الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ലക്ഷ്യമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. മറിച്ച് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇവിടുത്തെ ഓരോ നിമിഷത്തെക്കുറിച്ചും നാം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖാസ്വാദനങ്ങളെക്കുറിച്ചും ഒക്കെ പടച്ചറബിന്റെ കോടതിയിൽ നമ്മളോട് ചോദ്യമുണ്ടാകുമെന്ന് ഖുർആൻ ശക്തമായി വ്യക്തമായി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് തീർച്ചയായും അന്നേ ദിവസം നിങ്ങൾ സുഖാനുഭവങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മെ സൃഷ്ടിച്ച പടച്ച റബ്ബ് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അതിലൊരായത്താണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു ആ ആയത്തിലൂടെ പഠിപ്പിച്ചത്. ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വമഅനൽ ആയ, ഈ ആയത്തിന്റെ ആശയം, അർത്ഥം, അന്നഹു തആല ഖലഖൽ ഇബാദ ലിയഅ്ബുദൂഹു വഹ്ദഹു.
അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ, പടച്ച റബ്ബിനെ മാത്രം ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവന്റെ അടിയാറുകളെ, സൃഷ്ടികളെ പടച്ചിട്ടുള്ളത്. ലാ ശരീക ലഹു, അതിൽ യാതൊരു പങ്കുകാരുമില്ലാതെ അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിച്ച് അംഗീകരിച്ച് അവന് മാത്രം ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാനാണ്. ഫമൻ അത്വാഅഹു ജസാഹു അതമ്മൽ ജസാ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അയാൾക്ക് പരിപൂർണമായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും. വമൻ അസ്വാഹു, ആരെങ്കിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളോട് അനുസരണക്കേട് കാണിച്ചാൽ, ധിക്കാരം പ്രവർത്തിച്ചാൽ, അദ്ദബഹു അശദ്ദൽ അദാബ്, ശക്തമായി അയാളെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. വഅഖ്ബറ അന്നഹു ഗൈറു മുഹ്താജിൻ ഇലൈഹിം, അതേപോലെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് എന്തെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല അള്ള പടപ്പുകളെ പടച്ചത്. ബൽ ഹുമുൽ ഫുഖറാഉ ഇലൈഹി ഫീ ജമീഇ അഹ്വാലിഹിം, മറിച്ച് പടച്ച റബ്ബിന്റെ സകലമാന സൃഷ്ടികളും അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് ആശ്രയമുള്ള ഫക്കീറന്മാരാണ്. അവർക്ക് ഓരോ കാര്യങ്ങളും നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. അപ്പൊ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പടച്ച റബ്ബിന് കീഴ്പ്പെട്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഹാദിഹിൽ ഗായത്തുൽ ലത്തി ഖലഖല്ലാഹുൽ ജിന്ന വൽ ഇൻസ ലഹാ, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പഠിച്ചിട്ടുള്ളത്. വബഅസ ജമീഅർ റുസുലി യദ്ഊന ഇലൈഹാ, ഈ ഒരു ആശയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സകലമാന പ്രവാചകന്മാരെയും ദൂതന്മാരെയും നിയോഗിച്ചയക്കുകയും ചെയ്തത്. വഹിയ ഇബാദത്തുഹു, അതായത് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നത്. അത് കേവലമായ ചില ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനെ അറിയുകയും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുകയും എല്ലാ നിലയിലും സദാസമയവും അള്ളാഹുവിലേക്ക് മുന്നിട്ട് അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നാണ്. വൽ ഇഅറാൽ അമ്മാ സിവാഹു, പടച്ച റബ്ബല്ലാത്ത എല്ലാറ്റിൽ നിന്നും ബന്ധങ്ങൾ ഒഴിവാക്കി നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും ആശ്രയവും അവലംബവുമെല്ലാം അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുക എന്നതാണ്. കുല്ലമസ്ദാദൽ അബ്ദു മഅരിഫതൻ ലിറബ്ബിഹി, അങ്ങനെ ഒരാൾ തന്റെ റബ്ബിനെ ശരിയായ വിധത്തിൽ അറിയുകയും ആശ്രയിക്കുകയും ചെയ്താൽ കാനത്ത് ഇബാദത്തുഹു അക്മൽ, അയാളുടെ ഇബാദത്താണ് ഏറ്റവും പരിപൂർണമായി ഉണ്ടാവുക എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതേപോലെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരിടത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, അല്ലാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ. അല്ലാഹു ഖലഖ ഇബാദഹു വഅഖ്റജഹും ലിഹാദിഹി ദാർ, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് അവരെ അറിയിച്ചു. വഅഖ്ബറഹും അന്നഹും സയുൻഖലൂന മിൻഹാ, ഈ ലോകം ശാശ്വതത്വത്തിന്റെ ലോകമല്ല, ഇവിടെ നിന്ന് നമ്മളെല്ലാവരും മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ചില കൽപ്പനകൾ പുറപ്പെടുവിച്ചു, എങ്ങനെയായിക്കൂടാ എന്ന ചില വിലക്കുകൾ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചു. വബ്തലാഹും ബിശ്ശഹവാതിൽ മുആരിളതി ലിഅംരി, ആ പടച്ചറബിന്റെ വിധിവിലക്കുകളോട് എതിരാകുന്ന പല ഇച്ഛകളും നൽകിക്കൊണ്ടും മനുഷ്യരെ പരീക്ഷിച്ചു. അപ്പോൾ ആ ദേഹേച്ഛകളെയെല്ലാം ആര് കടിഞ്ഞാണിട്ട് മെരുക്കി, ഫമൻ ഇൻഖാദ ലിഅംരില്ല, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടുന്നുവോ, വഅഹ്സനൽ അമല, നല്ല രീതിയിൽ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ, അഹ്സനല്ലാഹു ലഹുൽ ജസാഅ ഫിദ്ദാറൈൻ, അള്ളാഹു അയാൾക്കും ഏറ്റവും നല്ലത് ദുനിയാവിലും ആഖിറത്തിലും നൽകും. വമൻ മാല മഅശ്ശഹവാത്ത്, എന്നാൽ ദേഹേച്ഛകൾക്കനുസരിച്ച് അയാൾ ജീവിക്കുകയാണെങ്കിൽ, വനബദ അംറല്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെയും വിധിവിലക്കുകളെയും എല്ലാം അയാൾ കാറ്റിൽ പറത്തി കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഫലഹു ഷർറുൽ ജസാ, അയാൾക്ക് മോശമായ പ്രതിഫലമാണുള്ളത് എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി ഓരോ നിമിഷവും നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും അതേപോലെ വിശദീകരണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വേണം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ. മറ്റുള്ളവരെ പോലെ എന്തും തിന്നാൻ, എന്തും കുടിക്കാൻ, എന്തും പറയാൻ, എന്തും ചെയ്യാൻ നമുക്ക് അനുവാദമില്ല.
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും പുണ്യമാക്കി മാറ്റുവാൻ സാധിക്കും. നമ്മുടെ ഓരോ വിചാരങ്ങൾ പോലും, നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശീലങ്ങൾ വരെയും നമുക്ക് പുണ്യങ്ങളാക്കി നന്മകളാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്, ആയത്തുകളും ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് നല്ല നിയ്യത്ത് വേണം. റബ്ബിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എങ്കിൽ നമ്മുടെ വാക്കുകൾ മാത്രമല്ല, പ്രവർത്തനങ്ങൾ മാത്രമല്ല, ആദാത്തുകൾ, നമ്മുടെ പതിവുകൾ, ശീലങ്ങൾ വരെയും നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പുണ്യങ്ങളാക്കി പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മകളാക്കി മാറ്റുവാൻ സാധിക്കുമെന്നാണ്. വകം മിൻ ആദാത്തിൻ, എത്രയെത്ര ആദത്തുകളാണ്, ശീലങ്ങളാണ്, യജ്അലുഹൻ നിയ്യത്തു ഇബാദാത്ത്, അവയെ നിയ്യത്ത് ഇബാദത്തുകളാക്കി മാറ്റും. അഥവാ പുണ്യം കിട്ടുന്ന അൽ അഅമാലുല്ലതി യുഅ്ജറുൽ മർഉ അലൈഹ, ഓരോ മനുഷ്യനും പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മങ്ങളായി നന്മകളാക്കി മാറ്റുവാൻ സാധിക്കും. അഥവാ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും, അതേപോലെ ക്ഷീണമുണ്ടാകും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, അതേപോലെ തന്നെ വെള്ളം കുടിക്കും, ഉറങ്ങും, വിശ്രമിക്കും, അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യും. എല്ലാം പടച്ച റബ്ബിന്റെ ഇഷ്ടം നേടുവാനുള്ള നിമിത്തമായി നമുക്ക് മാറ്റിയെടുക്കാൻ, അള്ളാഹുവിന് വഴിപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നാൽക്കാലികളെ പോലെ കണ്ടതും കിട്ടിയതും ഒക്കെ തിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നതല്ല. എന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അത് നല്ല രീതിയിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കണം. അതിന്റെ ശരീരത്തിന് എന്ത് വേണം? ശക്തി വേണം, ഊർജം വേണം. അതേപോലെ എപ്പോഴും തളർന്ന് ക്ഷീണിച്ചിരുന്നാൽ പോരാ, എനിക്കൊരു റെസ്റ്റ് വേണം. അപ്പോൾ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ഏറ്റവും ഉന്മേഷത്തോടെ, ആരോഗ്യത്തോടെ ഞാൻ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നു, അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്നു. എന്റെ മക്കളെയും എന്റെ കീഴിലുള്ള എല്ലാവരെയും പോറ്റണം, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ അധ്വാനിക്കുന്നു. ഇങ്ങനെയുള്ള ഈ നിയ്യത്തുകളിലൂടെ നമ്മൾ സാധാ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കത് നന്മകളാക്കി മാറ്റുവാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. നമ്മൾ ധാരാളക്കണക്കിന് കേട്ട പരിചയമുള്ള ഹദീസാണ്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ പടച്ച റബ്ബ് പരിഗണിക്കുന്നത് അവരുടെ നിയ്യത്തനുസരിച്ചാണ്. എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? അവരുടെ വിചാരം, അവരുടെ മനോഗതി, അവരുടെ ഉദ്ദേശം എന്താണ്, അതനുസരിച്ചാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏതൊരു മനുഷ്യനും അയാൾ ഉദ്ദേശിച്ചതാണ് കിട്ടുക. ചിലപ്പോൾ ഇബാദത്താണ്, ഹജ്ജിനാണ് പോയത്, അല്ലെങ്കിൽ ഉംറക്കാണ് പോയത്, ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്, അയാളുടെ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചാ പോയത്. പക്ഷേ നിയ്യത്ത് അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും പുണ്യവും ഒന്നുമല്ല എങ്കിൽ അത് യാതൊരു നേട്ടവും അയാൾക്കും നേടിക്കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ അതിന് നേരെ വിപരീതമായത്. എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ, രാവിലെ അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്, അദ്ദേഹത്തിന്റെ ഇടപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ കുടുംബത്തെ പോറ്റണം, അതേപോലെ തന്നെ അയാൾക്ക് നല്ല കാര്യങ്ങളിൽ അയാളുടെ സമ്പത്ത് വിനിയോഗിക്കണം, ആരുടെയും മുന്നിൽ കൈനീട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇങ്ങനെയൊക്കെ നല്ല നിയ്യത്തോടു കൂടി പോവുകയാണെങ്കിൽ രണ്ടുപേരും പോകുന്നത് ഒരേ പോക്കാണ്, രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ഇടപാടാണ്. പക്ഷേ ഈ നിയ്യത്തുള്ള വിശ്വാസിയുടെ കർമ്മം പരലോകത്ത് പുണ്യം കിട്ടുന്ന നന്മയായി മാറുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇദാ അൻഫഖ അർറജുലു അലാ അഹ്ലിഹി, ഒരാൾ തന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നു, ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നു, ഉടുക്കാൻ കൊടുക്കുന്നു, മക്കളെയും അങ്ങനെ തന്നെ പരിഗണിക്കുന്നു. യഹ്തസിബുഹ, ഭാര്യയായി പോയില്ല, മക്കളായി പോയില്ല, എന്താ ചെയ്യുക എന്ന രീതിയിലല്ല, മറിച്ച് റബ്ബ് എനിക്ക് പ്രതിഫലം നൽകണം, എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ്, അമാനത്താണ് എന്ന് മനസ്സിലാക്കി ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ അവർക്ക് വേണ്ടുന്ന അത്യാവശ്യങ്ങൾ ചെയ്തു കൊടുത്ത് ഭക്ഷണവും അതേപോലെ തന്നെ വസ്ത്രവും പാർപ്പിടവും ചികിത്സയും എല്ലാം നൽകിയാൽ ഫഹുവ ലഹു സദഖ, അത് അയാൾക്കൊരു സദഖയാണ്, പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കേവലം നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഇബാദത്തുകൾ മാത്രമല്ല, നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മയാക്കി പുണ്യമാക്കാൻ ആക്കി മാറ്റുവാൻ സാധിക്കുമെന്നാണ്. മുആദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാചകം കാണാം. ജീവിതത്തിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും വലിയ താല്പര്യമില്ലാത്ത,
വെറും പള്ളിയുമായി മറ്റ് ഇബാദത്തുകളുമായി മാത്രം ചടഞ്ഞുകൂടുന്ന പ്രകൃതമുള്ള അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അന ഫഅഖൂമു വഅനാം. ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, ഉറക്കം ഒഴിവാക്കി നിന്ന് നമസ്കരിക്കാറുണ്ട്. വഅർജൂ ഫീ നൗമതി മാ അർജൂ ഫീ ഖൗമതി. ഞാൻ രാത്രി എഴുന്നേറ്റ് നിന്ന് പടച്ചറബിന്റെ അടുക്കലേക്ക് അഥവാ കൈകെട്ടി നിന്ന് നമസ്കരിക്കുന്ന ആ നിസ്കാരത്തിൽ എന്ത് പുണ്യം പ്രതീക്ഷിക്കുന്നുവോ അതുപോലെ ഞാൻ കിടന്നുറങ്ങുമ്പോഴും പ്രതിഫലം ആഗ്രഹിക്കാറുണ്ട്. അപ്പോ ഉറങ്ങിയാലേ എനിക്ക് രാത്രിയുടെ അന്ത്യസമയത്ത് വളരെ ഉന്മേഷത്തോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവെ ആ ഉറക്കവും അതിനു വേണ്ടി എന്നുള്ള നിയ്യത്തിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നാണ്. അതേപോലെ മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, അഹ്തസിബു ഫീ നൗമതി മാ അഹ്തസിബു ഫീ ഖൗമതി. ഞാൻ നിന്ന് നിസ്കരിക്കുമ്പോൾ എന്തൊരു പുണ്യമാണോ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതേപോലെ പടച്ച റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. എന്റെ ശരീരത്തിന്റെ ആവശ്യമാണത്. അത് ഞാൻ നിർവഹിക്കുന്നതിലൂടെ ഒരിക്കലും എന്റെ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടു കൊണ്ടുപോവുകയല്ല, സദാസമയത്തും ഉറങ്ങി തീർക്കുകയല്ല, എപ്പോഴും കളിയും വിനോദവും എന്നല്ല, ശരീരത്തിന്റെ മനസ്സിന്റെ ഉന്മേഷത്തിനും ഊർജ്ജസ്വലതക്കും വേണ്ടി. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹാസിലുഹു, അതിന്റെ ചുരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, അന്നഹു യർജുൽ അജ്റ മിൻ തർവീഹി നഫ്സിഹി, തന്റെ ശരീരത്തിന് മനസ്സിനൊരു ആശ്വാസം കിട്ടുക എന്നത് അതിലൂടെ അദ്ദേഹം പ്രതിഫലം ആഗ്രഹിച്ചു. ബിന്നൗം, അത് ഉറക്കത്തിലൂടെയാണ് എങ്കിലും, ലിയകൂന അൻശത ഇൻദൽ ഖിയാം, നിസ്കരിക്കുമ്പോൾ കൂടുതൽ ഉന്മേഷഭരിതനായി ആവേശത്തോടെ മനസാന്നിധ്യത്തോടെ അത് നിർവഹിക്കാൻ ഇത് വേണം എന്നുള്ളത് കൊണ്ട് അയാൾ അത് ആഗ്രഹിച്ചതാണ് സ്വഹാബി. വഫിൽ ഹദീസ് മിനൽ ഫവായിദ്, ഈ ഹദീസ് കുറെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞത് അന്നൽ മുബാഹാത്ത്, അള്ളാഹു അനുവദിച്ച അനുവദനീയമായ കാര്യങ്ങൾ, യുജറു അലൈഹാ ബിന്നിയ്യത്ത്, നിയ്യത്തിലൂടെ ആ ഹലാലുകൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കും. ഇദാ സ്വാറത് വസായില ലിൽ മഖാസിദിൽ വാജിബ വൽ മൻദൂബ, അള്ളാഹ് കൽപ്പിച്ച വാജിബായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹു നിർദ്ദേശിച്ച മൻദൂബായ സുന്നത്തായ കാര്യങ്ങളിലേക്കുള്ള വസീലയാണെങ്കിൽ, മാർഗമാണെങ്കിൽ അതൊക്കെ പുണ്യമാക്കി മാറ്റാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഫീ ബുദ്ഇ അഹദികും സ്വദഖ, നിങ്ങൾ നിങ്ങളുടെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഭാര്യയോടൊത്ത് ബന്ധപ്പെടുന്നുവെങ്കിൽ അതുപോലും പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ നിയ്യത്ത് ഏതെങ്കിലും മറ്റുള്ള ആളുകളെ പോലെയല്ല, തിന്നുന്നു, കുടിക്കുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്തിനെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ, അങ്ങനെയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലൂടെയും പുണ്യം ആഗ്രഹിക്കുവാൻ പറ്റുന്ന എല്ലാ മേഖലയിലും അള്ളാഹുവുമായി കണക്ട് ചെയ്ത് റബ്ബിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചാൽ നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഉറങ്ങുന്ന, നമ്മൾ കിടക്കുന്ന, വിശ്രമിക്കുന്ന ആ സമയം പോലും നമുക്ക് പരലോകത്തേക്ക് പുണ്യങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ ഉന്മേഷത്തോടുകൂടി നിർവഹിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സമയങ്ങളുടെ വ്യത്യാസം, മാറ്റങ്ങൾ നമുക്കത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. പടച്ചറബ് അതിനനുസരിച്ചാണ് നമ്മുടെ കാലാവസ്ഥയെയും രാവിനെയും പകലിനെയും ഒക്കെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. ചിലപ്പോൾ ഒരു സമയത്ത് നമുക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന്റെ അടുത്ത സമയം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ, രാവിനെയും പകലിനെയും അള്ളാഹു വ്യത്യസ്തതയുള്ളതാക്കി മാറ്റി. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, എന്തിനാണ് അള്ളാഹു രാവും പകലും വ്യത്യാസത്തോടു കൂടി സംവിധാനിച്ചത്? ഒട്ടേറെ കാര്യങ്ങൾ അതിന്റെ നന്മകളുണ്ട്. പഠിക്കാനും ചിന്തിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെ ധാരാളം കാര്യങ്ങൾ അതിലുണ്ട്. എന്നാൽ ഒന്ന് അള്ളാഹു പറഞ്ഞത് ലിമൻ അറാദ അൻ യദ്ദക്കറ, അതിൽ നിന്ന് പഠിക്കേണ്ടത് പഠിക്കാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാനും ഒക്കെയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഔ അറാദ ശുക്കൂറ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ഈ രാവും പകലും മാറിയതിലൂടെ, മാറ്റിത്തന്നതിലൂടെ, ചിലപ്പോൾ തണുപ്പും ചിലപ്പോൾ ചൂടുമാക്കി തന്നതിലൂടെ നിങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ, റബ്ബിലേക്ക് നന്മകൾ കൊണ്ട് കൂടുതൽ അടുക്കാൻ സാധിക്കുമെന്നാണ്. ഫമൻ ഫാതഹു അമലുൻ ഫിൽ ലൈൽ, രാത്രിയിൽ നിങ്ങൾക്ക് ക്ഷീണം കൊണ്ടോ ഉറക്കം കൊണ്ടോ ഏതെങ്കിലും ഒരു നന്മ നഷ്ടപ്പെട്ടാൽ ഇസ്തദറകഹു ഫിന്നഹാർ, പകലിൽ ഉന്മേഷവാനായി ആവേശത്തോടുകൂടി ആ നന്മ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും.
അതേപോലെ വമൻ ഫാതഹു അമലുൻ ഫിന്നഹാർ, പകലിൽ ജോലി തിരക്ക് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇസ്തദ്റകഹു ഫിൽ ലൈൽ, രാത്രി വേറെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ആ രാത്രിയിൽ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ളുഹാ നിസ്കരിക്കുകയാണ്. സാധാരണ ളുഹാ നിസ്കാരം വല്ലാതെ ദീർഘിപ്പിക്കാറില്ല. പക്ഷേ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നന്നായി ദീർഘിച്ച് നമസ്കരിച്ചപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇന്നഹു ബഖിയ അലയ്യ മിൻ വിർദി ഷൈഉൻ, ഞാൻ സാധാരണ ചെയ്തു വരുന്ന എന്റെ ഇബാദത്തുകൾ ദിക്ർ ദുആകളിൽ കുറച്ച് മിസ്സായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഞാൻ പൂർത്തീകരിക്കുകയാണ്. ഫഅഹ്ബബ്തു അൻ ഉതിമ്മഹു, അത് പൂർത്തീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ രാത്രിയിൽ വേറെ ഏതെങ്കിലും സമയത്ത് ദീർഘമായി ഖുർആൻ ഓതാറുണ്ടായിരുന്ന ഒരു വ്യക്തി ആ സമയത്ത് അത് മിസ്സായി. അപ്പൊ എന്ത് വേണം? ളുഹാ നിസ്കാരം ഏതായാലും നിർവഹിക്കാറുള്ളതാണ്. അപ്പൊ ചെറിയ സൂറത്തിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ദീർഘിപ്പിച്ച് അദ്ദേഹം ഓതി എന്നാണ്. അതേപോലെ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥാ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് വലിയ മൂഡ് ഓഫ് ഉണ്ടാകും. ഫർളായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മടിയും അലസതയും താല്പര്യക്കുറവോടും കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഇബാദത്തുകളെ ഏറ്റവും ഊർജ്ജസ്വലമാക്കി മാറ്റാൻ നമുക്ക് ഉന്മേഷമുള്ള സമയം കൊണ്ട് സാധിക്കണമെന്നാണ്. ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ഈമാനാകുന്ന വൃക്ഷത്തെ നനച്ചു കൊടുക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ആ ഈമാൻ ഉണങ്ങിക്കരിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം യാത്രയിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫാതത്ഹു സ്വലാത്തു മിനൽ ലൈൽ, രാത്രി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടാൽ, മിൻ വജ്ഇൻ ഔ ഗൈരി, രോഗം കാരണത്താൽ, ശാരീരികമായ വേദന കൊണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ വളരെ ആവേശത്തോടുകൂടി എപ്പോഴും നിസ്കരിക്കുന്നു. പക്ഷേ വേറെ ഏതെങ്കിലും ചില സാഹചര്യത്തിൽ, ചിലപ്പോൾ ദീർഘമായ യാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും രോഗങ്ങളും നിമിത്തം രാത്രി വേണ്ട പോലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, പരിഹാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചതുപോലെ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? സ്വല്ലാ മിനൻ നഹാരി 12 റക്അ, രാത്രി 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കൽ. അത് നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ പകൽ സമയത്ത് അത് 12 റക്അത്തായി നിസ്കരിക്കും. എന്താ 12 ആക്കാൻ കാരണം? പകലിൽ വിത്തറില്ല, ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കുന്ന നിസ്കാരമില്ല. അതുകൊണ്ട് 11 എന്നുള്ളത് 12 ആക്കും. നമ്മൾ 3 നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് 4 നിസ്കരിക്കാം. 5 നിസ്കരിക്കുന്ന ശീലമാണെങ്കിൽ അത് 6 ആക്കി നമുക്ക് നിസ്കരിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് ജീവിപ്പിക്കുവാനും പറ്റും. നമുക്ക് നഷ്ടപ്പെട്ട ആ ഇബാദത്ത് നമ്മുടെ അക്കൗണ്ടിൽ കുറഞ്ഞു പോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുവാനും സാധിക്കുമെന്നാണ്. അതേപോലെ മൂന്നാമത്തെ മറ്റൊരു കാര്യം, ആളുകൾ പൊതുവിൽ അശ്രദ്ധമാകുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ ജാഗരൂകരായിരിക്കണം. എല്ലാവരും ഉറങ്ങി, എല്ലാവരും കളിയിലും തമാശയിലും ആഘോഷത്തിലും വിനോദത്തിലും ഒക്കെ ആകുമ്പോൾ നമ്മൾ അശ്രദ്ധയിലാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജറത്തിൻ ഇലയ്യ, ആളുകളെ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ഹർജ്, പണ്ഡിതന്മാർ വിശദീകരിച്ചത് യുദ്ധം, അതേപോലെ തന്നെ ലഹളകൾ, പ്രയാസങ്ങൾ, ഫിത്നകൾ, ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യന്മാർക്ക് കാര്യമായി ഇബാദത്തുകളിലേക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വിഷയത്തിലൊക്കെ പലതരത്തിലുള്ള ഫിത്നകളും പ്രയാസങ്ങളും വരാം. ഹോസ്പിറ്റലിലാണെങ്കിൽ, രോഗാവസ്ഥയിലാണെങ്കിൽ ഒക്കെ ചില ആളുകൾ എന്താ ചെയ്യൽ? ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സഹോദരിമാർ, നിസ്കാരക്കങ്ങൾ ഒഴിവാക്കലാണ്. കാരണം പള്ളി ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടെ ഒരു വൃത്തിയില്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു മുസല്ലയുണ്ടെങ്കിൽ നാം കിടക്കുന്ന ആ ഹോസ്പിറ്റലിൽ ആ ബെഡിനോട് ചേർന്ന് എവിടെയെങ്കിലും അത് വിരിച്ച് നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ മനുഷ്യന്മാർ അശ്രദ്ധമാകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഹിജറത്തിൻ ഇലയ്യ, എന്റെ അടുക്കലേക്ക് നിങ്ങൾ ഹിജറ പോകുന്നത് പോലെയാണ് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മറ്റ് നിസ്കാരങ്ങളിൽ നിന്ന്, സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് രാത്രി നിസ്കാരത്തിന് പ്രത്യേകമായ പ്രതിഫലവും പുണ്യവുമുണ്ട്. കാരണം എന്താ? വന്നാസു നിയാം, ആളുകളൊക്കെ ഊർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയാണ്.
നിങ്ങൾ ആ വിഷയത്തിൽ കൂടുതൽ തൽപരരാകുന്നു. അതേപോലെ തന്നെ പെരുന്നാളിന്റെ അനുബന്ധ ദിവസങ്ങളിൽ അയ്യാമുത്ത ശരീഅത്തിൽ എല്ലാവരും തിന്നലും കുടിക്കലും യാത്ര പോകലും ഒക്കെയാണ്. അപ്പോൾ ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് നിങ്ങൾക്കെങ്കിൽ അതിന് പ്രത്യേകമായ പുണ്യവും അതേപോലെ തന്നെ പ്രതിഫലവും ഉണ്ട് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. വിവാഹം പോലെയുള്ള ഫംഗ്ഷനുകൾ നമ്മുടെ വീട്ടിൽ നടന്നാൽ, ഞാൻ നേരത്തെ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞതുപോലെ, മിക്കവാറും ആളുകൾ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള കുറച്ചാളുകൾ ഒഴികെ നിസ്കാരം വരെയും ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ റവാത്തിബ് സുന്നത്തൊന്നും ഉണ്ടാവില്ല. എന്തിന്റെ പേരിൽ? വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനിന്റെ പേരിൽ. അതേപോലെ എന്നെ ശ്രവിക്കുന്ന എന്റെ സഹോദരങ്ങളോട്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ക്യാമ്പസുകളിലായി കഴിഞ്ഞാൽ എന്തുമാകാം എന്നൊരു ചിന്ത ഒരിക്കലുമില്ല. അള്ളാഹു പള്ളിയിൽ മാത്രമല്ല, പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ ഭക്തിയോടും അതേപോലെ തന്നെ ഇബാദത്തും ചെയ്യുന്ന രീതിയിൽ വസ്ത്രത്തിന്റെയും അതേപോലെ നമ്മുടെ എല്ലാ കോലവും വിധാനങ്ങളുമൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു കോലവും, ക്യാമ്പസിൽ അതേപോലെ തന്നെ നമ്മുടെ യാത്രകളിൽ നമ്മൾ തനിച്ചാകുന്ന മേഖലകളിൽ വേറെയൊന്നാവുക എന്നത് ഒരിക്കലും ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മളോട് പഠിപ്പിച്ചതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സ്വന്തത്തോടുള്ള ഒരു ജിഹാദ്, മുജാഹദത്തുൻ നഫ്സി വൽ ഹവ, നമ്മുടെ ദേഹേച്ഛകളോട് പടവെട്ടിക്കൊണ്ടല്ലാതെ അത്തരം സംഗതികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. അതേപോലെ ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. എല്ലാവരും പോകുമ്പോൾ താളത്തിനൊത്ത് നമ്മളും തുള്ള എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും റമദാനായി കഴിഞ്ഞാൽ നോമ്പെടുക്കും, അപ്പൊ നമ്മളും ഓട്ടോമാറ്റിക്കായി നോമ്പെടുക്കാൻ. അങ്ങനെയല്ല. മറ്റുള്ളവർ, നമ്മുടെ കൂടെ താമസിക്കുന്ന, കൂടെ ജോലിയുള്ള, കൂടെ പഠിക്കുന്ന ആരും നിസ്കരിക്കാതിരിക്കുമ്പോൾ, ആരും ഇസ്ലാമികമായ വസ്ത്രവും അതേപോലെ തന്നെ ധർമ്മവും മാന്യതയും ഒന്നും പാലിക്കാതിരിക്കുമ്പോൾ, ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തയാണ് എന്ന രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ പടച്ചറബിനോടുള്ള ഇഖ്ലാസിന്റെ ഭാഗമായി അങ്ങനെയുള്ള ആളുകൾക്ക് അത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ദീനിൽ ഉറച്ചു നിൽക്കുന്നതിന്റെയും ദീനിനെ ഒരു ഗൗരവത്തോടുകൂടി എടുത്തതിന്റെയും അടയാളമാണത്. പടച്ചറബിനോടും അവന്റെ നിയമശാസനകളോടും ആത്മാർത്ഥമായ താല്പര്യമുണ്ട് എന്നതിന്റെ ലക്ഷണം കൂടിയാണത്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. സത്യവിശ്വാസികളായ ആളുകളുടെ ചില ലക്ഷണങ്ങൾ സൂറത്തുൻ നൂറിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞപ്പോൾ, അവരുടെ ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ ഒന്നും അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, പടച്ചറബിനെ ഓർക്കുന്നതിൽ നിന്ന്, നിസ്കാരം നേരെ ചൊവ്വെ നിർവഹിക്കുന്നതിൽ നിന്ന്, സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിൽ നിന്ന് ഒന്നും അവരെ അശ്രദ്ധയിലാക്കുന്നില്ല, മറപ്പിച്ചു കളയുന്നില്ല എന്ന്. ബിസിനസിന്റെ തിരക്കിൽപ്പെട്ടിട്ട് ഫർദ് നിസ്കാരം മുടങ്ങിപ്പോകുന്നതിൽ മറന്നു പോകുന്ന അവസ്ഥ ഇല്ല. അവർ ചെയ്യേണ്ടുന്ന ദിക്റുകളും ദുആകളും നിസ്കാരവും ഇബാദത്തുകളും ഒക്കെ അവർ ശ്രദ്ധിക്കും. കാരണം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണും ഹൃദയവും തെറ്റിപ്പോകുന്ന, സ്ഥാനം തെറ്റിപ്പോകുന്ന ഭയാനകമായ ആ പരലോകത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ട് എന്ന്. സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ ഉള്ള ശഅബാൻ മാസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുന്നത്ത് നോമ്പെടുത്തിരുന്നു ശഅബാൻ മാസത്തിൽ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റ് മാസങ്ങളിൽ ഒന്നും കാണാത്ത അത്ര ഇബാദത്തുകൾ കൂടുതലായി, അഥവാ സുന്നത്ത് നോമ്പുകൾ കൂടുതലായി ശഅബാനിൽ അധികരിപ്പിച്ചത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 2 കാരണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് ദാക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു, ആളുകൾ ഗഫ്ലത്തിലാകുന്ന ഒരു മാസമാണ്. റമളാനായി കഴിഞ്ഞാൽ ആളുകൾക്ക് താല്പര്യമുണ്ട്, ദുൽഹിജ്ജയായി കഴിഞ്ഞാൽ ആവേശമുണ്ട്. എന്നാൽ ആ ആവേശമില്ലാത്ത റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ശഅബാൻ ആളുകൾ അശ്രദ്ധമാകുമ്പോൾ ഞാൻ സജീവമാകണം, അള്ളാഹുവിലേക്ക് കൂടുതൽ നന്മകൾ ചെയ്ത് ഇബാദത്തുകളിലൂടെ, പുണ്യത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കണം എന്നാണ്. രണ്ടാമത് പറഞ്ഞത് ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ, വർഷത്തിൽ നമ്മുടെ അമലുകൾ പടച്ചറബിന്റെ അടുക്കൽ സമർപ്പിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം ശഅബാൻ മാസത്തിലാണ് എന്ന്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വാഇം, അപ്പോൾ എന്റെ അമലുകൾ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ അത്
നോമ്പ് കൊണ്ട് അലങ്കൃതമാകാൻ, നോമ്പുകാരനായിരിക്കെ എന്റെ അമല് റബ്ബിന്റെ അടുക്കൽ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അതുകൊണ്ട് ശഅബാനിൽ പ്രത്യേകം സുന്നത്ത് നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രേരിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. അതേപോലെ ആളുകൾ ഗഫ്ലത്തിലാകുമ്പോൾ, ആളുകൾ നെവർ മൈൻഡ് ആക്കി ദീനിന്റെയും അതേപോലെ തന്നെ ഇബാദത്തിന്റെയും കാര്യത്തിൽ പോകുമ്പോൾ വിശ്വാസികളായ നമ്മൾ പ്രത്യേകം മനസ്സ് വെക്കണം. കാരണം അവർക്കൊന്നും പരലോകം എന്നത് മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവുകയില്ല. വിചാരണയും സ്വർഗവും നരകവും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സീരിയസ് മാറ്ററായി മാറിയിട്ടുണ്ടാവുകയില്ല. അതിന് ഗൗരവവും പ്രാധാന്യവും നൽകുന്ന വിശ്വാസികൾ ആ തിരക്കുകൾക്കും അതേപോലെ തന്നെ ജോലികൾക്കും ഇടയിൽ ഇത് നിർവഹിക്കാൻ സാധിക്കണം. എല്ലാവരും ചെയ്യുമ്പോൾ കൂടെ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രാധാന്യവും മഹത്വവും എന്തിനുണ്ട്? ആളുകളൊക്കെ വിസ്മരിച്ചു പോകുന്ന സന്ദർഭത്തിലും ഇബാദത്തുകളിൽ, സൽക്കർമ്മങ്ങളിൽ ശ്രദ്ധയൂന്നുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ചറബ് പൊരുത്തപ്പെടുന്ന നന്മകൾ കൊണ്ട് അവയെ ധന്യമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമുക്കെല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് ഇബാദത്തുകളും ദിക്ർ ദുആകളും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് ചിലപ്പോൾ ചില ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ, ചില ക്ലാസ്സുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിൽ തട്ടിയാൽ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ കുറച്ചങ്ങ് പോകുമ്പോഴേക്കും പഴയ അവസ്ഥയിലേക്ക് ആ ഈമാനികമായ ചൈതന്യവും ചാർജും ഒക്കെ ചോർന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, പടച്ച റബ്ബിന്റെ തൗഫീഖ് അത് ഏറ്റവും പ്രധാനമാണ് എന്നാണ്. ഇബാദത്തുകൾ ചെയ്യാൻ, നന്മകൾ പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയ്യത്ത് ഇങ്ങനെയാണ്: വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. അല്ലയോ മുആദ്, പടച്ച റബ്ബ് സാക്ഷി, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഊസീക യാ മുആദ്, മുആദെ ഞാൻ നിനക്കൊരു വസിയ്യത്ത് നൽകുന്നു. എന്താണ് ആ വസിയ്യത്ത്? കേവലം മുആദ് എന്ന് പറയുന്ന ഒരു സഹാബിയോട് മാത്രമല്ല, വിശ്വാസികളായ നമ്മളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത്, ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ തഖൂൽ. ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ നിസ്കാരത്തിന്റെ അവസാനം നീ വിട്ടുകളയരുതെന്ന്. നിസ്കാരത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു ദുആ പറയാൻ നീ മറന്നു പോകരുത് എന്നാണ്. ഏതാണ് ദുആ? ഒരുപക്ഷെ നമ്മൾ ഒക്കെ ചൊല്ലുന്നതും അതേപോലെ തന്നെ പഠിച്ചിട്ടുള്ളതുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഓർത്ത് ഈ നിയ്യത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം, അലാ ദിക്രിക, നിന്നെ സ്മരിക്കാൻ, പടച്ച റബ്ബിനെ ദിക്ർ ചെയ്യാൻ. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നമ്മൾ സുബ്ഹാനല്ലാഹ് 33 പറയുമ്പോഴേക്കും നമുക്ക് അവിടെ ഇരിക്കപ്പുറതിയില്ല, നമ്മളങ്ങ് ചാടി ഓടാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലേക്കും നമ്മുടെ മനസ്സ് പോകാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ല, പിശാചും ദേഹേച്ഛകളും നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ. അതല്ലെങ്കിൽ വൈകുന്നേരവും രാവിലെയും ചൊല്ലേണ്ടുന്ന ദിക്ർ ദുആകൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ പലരും പഠിച്ചിട്ടുള്ളതാണ്. ചിലപ്പോഴൊക്കെ ആവേശത്തോടു കൂടി നമ്മൾ ചെല്ലുന്നതാണ്. പക്ഷെ ചില സമയത്ത് എന്താണെന്നറിയില്ല, നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയാതെ ദിക്ർ ദുആകൾ മാറ്റിവെച്ച് നമ്മൾ വേറെ ഗൗരവപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നമ്മളങ്ങനെ ലാഘവത്വത്തോടു കൂടി വേറെ പലതിലേക്കും പോകും. അപ്പൊ അള്ളാഹുവിന്റെ സഹായം വേണം. അതാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്. അള്ളാഹുവെ, നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണേ. വശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് നന്ദി ചെയ്യാൻ. വഹുസ്നി ഇബാദതിക്, നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പടച്ചവനെ നീ എന്നെ സഹായിക്കണേ. അള്ളാഹുവിന്റെ സഹായമില്ലാതെ സഹോദരങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങളിൽ നമ്മുടെ ഔദാര്യമായി നമ്മൾ റബ്ബിന് കൊടുക്കുന്നതായി ആരും കരുതേണ്ടതില്ല. ആ ഇബാദത്തുകൾ നേരെ ചൊവ്വെ വൃത്തിയായി ഭംഗിയായി ചെയ്യണമെങ്കിൽ
അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണം. അതുകൊണ്ട് ആത്മാർത്ഥമായി അതിനുവേണ്ടി നമ്മൾ ചോദിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ, അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഇബാദത്തുകളോടൊന്ന് സമീപിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ആ രീതിയിൽ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ഇബാദത്തുകളും ദിക്റുകളും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒറ്റ കാര്യം പ്രത്യേകമായി ഉണർത്താനുള്ളത്, നമ്മളൊക്കെ അറിഞ്ഞതുപോലെ നമ്മുടെ SIR-ന്റെ ലിസ്റ്റിൽ നമ്മുടെ പേര് വരാനുള്ള അവസാന ദിവസമാണിന്ന്. അപ്പോ BLO-മാരോ അതല്ലെങ്കിൽ അക്ഷയ സെന്ററുകളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നുകൂടിയെങ്കിലും 18 വയസ്സ് പൂർത്തിയായ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും വോട്ടില്ലാത്ത അതിൽ ആ രജിസ്റ്ററിൽ പേരില്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം മനസ്സ് വെക്കണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു എല്ലാത്തരം ഷർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന നന്മകളിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇബാദത്തുകൾ ചെയ്ത് ജീവിതം ധന്യമാക്കുവാനും അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.